ചില മണ്ഡലങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കൽ മണ്ഡലങ്ങളാണ്. രൂപീകരണം മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം തിരുത്തിയെഴുതിയ തെരഞ്ഞെടുപ്പ് ഫലമാണ്. നമ്മൾ ആ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ്. ആദ്യം ഉദുമ. 1987 ശേഷം ഒരിക്കൽ പോലും UDF-നെ തുളച്ചിട്ടില്ലാത്ത മണ്ഡലം. അവിടെയാണ് കെ നീലകണ്ഠൻ CPM MLA ആയ CH കുഞ്ഞമ്പുവിനെ 4847 വോട്ടിന് തോൽപ്പിച്ചത്. ഓർക്കണം, കണ്ണൂർ സിംഹം കെ സുധാകരൻ മത്സരിച്ചിട്ട് പോലും വീഴാത്ത മണ്ഡലമാണ് ഉദുമയെന്ന്. നമ്മൾ അടുത്ത മണ്ഡലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അത് തൃക്കരിപ്പൂരാണ്. തൃക്കരിപ്പൂരിന്റെ ചരിത്രം അത് മണ്ഡലത്തിൽ വന്നിറങ്ങിയ സന്ദീപ് വാര്യർ ഇത്തവണ തിരുത്തി കുറിച്ചു. മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ട് തൃക്കരിപ്പൂർ കോൺഗ്രസ് പക്ഷത്തേക്ക് മാറുന്നു. EK നായനാരുടെ മണ്ഡലം. നീലേശ്വരം നഗരസഭ, കയ്യൂർ, ചീമേനി, ചെറുവത്തൂർ, പീലിക്കോട് പാർട്ടി കോട്ടകളിലെല്ലാം വോട്ട് ചോർന്നു. ഓർക്കണം, പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ എതിർപ്പുണ്ടായിരുന്നു. അതുകൂടി മറികടന്നാണ് ഈ നേട്ടം. അടുത്ത മണ്ഡലം അത് വാമനപുരമാണ്. വാമനപുരം അരനൂറ്റാണ്ട് CPM സ്ഥാനാർത്ഥികളെ മാത്രം പിന്തുണച്ച മണ്ഡലം. ആ വാമനപുരത്താണ് DK മുരളിയെ കോൺഗ്രസിന്റെ യുവമുഖം സുധീർ ഷാ പാലോട് വിറപ്പിച്ചത്. 12185 വോട്ടുകൾക്കാണ് സുധീർ ഷാ പാലോടിന്റെ വിജയം. അടുത്തത് പത്തനാപുരം. പൊന്നാപുരം കോട്ടയാണ് കേരള കോൺഗ്രസ് ബിയുടെ. അവിടെയാണ് ജ്യോതികുമാർ ചാമക്കാലയുടെ പ്രഹരം. ജ്യോതി തെളിഞ്ഞു. 5 വർഷം മണ്ഡലത്തിലെടുത്ത പണി ഗണേഷ് കുമാറിനെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് തെറിപ്പിച്ചു. പത്തനാപുരം സമം താനെന്ന ഗണേഷിന്റെ വാദവും കേരള കോൺഗ്രസ് ബി എന്ന പാർട്ടിയും ഇന്നലത്തെ ഫലത്തോടെ അസ്തമിച്ചു.